ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ മിഥിലാജിനെ എയർപോർട്ടിൽ എത്തിക്കുക. മൂപ്പര് പോവുകയാണ്, സൗദിയിലേക്ക് പോവുകയാണ്. പണി അന്വേഷിച്ചിട്ടല്ല, പണി കിട്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ അജണ്ട. അതിനൊരു ബുദ്ധിയില്ല. ഇപ്പോൾ ഒരു കിടിലം കണ്ടിട്ടുണ്ട് ഗൈസ്. ഒരു മൊണ്ണന് എന്നാലും ഓൺ എന്തുകൊണ്ടാ ദുബായിലൊക്കെ പോയ അടുത്ത ഭരണാധികാരി വരച്ചു അല്ലടു ഇതില് കട്ടിങ് ഒന്നുമില്ല. പോയിനാടായിരുന്നു ജിയാദിന്റെ സബ്ജക്റ്റിൽ ഞാൻ ഇട്ടില്ല. മാൻഡ്രൊക്കെ ഉദ്ദേശിച്ച് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നമ്മള് തിരിച്ച് പുറക്കേക്ക് പോകുമ്പോ ബൈക്ക് എടുത്തു. ജിയാദ് വണ്ടി സ്റ്റാർട്ടാക്കി, ഞാൻ ഇരുന്നു. ലാസ്റ്റ് ഇരിക്കലും വണ്ടി ഓഫായി. അതാണ് ഓന്റെ മാൻഡ്രൊക്കെ എഫക്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ആ പണ്ടത്തെ കഥ പറഞ്ഞു, ഫയൽ അടിച്ചു പോയ തുടക്കം 2 കൊല്ലം മുന്നേ ഇവിടെ വന്ന സമയത്ത് ജിയാദിന്റെ ലാപ്ടോപ്പിൽ ഒരു ഫയലൊന്നും ഓപ്പൺ ആക്കിയത്. പിന്നെ അത് ഓപ്പൺ ആയിട്ടും ഇല്ല. ഞാൻ വർക്ക് ചെയ്യുമ്പോ എന്തോ വന്നിട്ടില്ലേ സൂപ്പർ സാധനം. ആ ഫയല് പിന്നെ ഫോട്ടോഷോപ്പ് ഓഫ് ആയി പോയി. പിന്നെ ഫയലും തുറന്നില്ല. അതൊക്കെ വള്ളായ വാസ്തവ കളിയാക്കുന്നല്ലേ എന്നോട് ചോദിച്ചോ ഇതെങ്ങനെ സംഭവിക്കുന്നത് ഓനിക്കും അറിയില്ല. അതിന് ഈ ജൂനിയർ മാൻഡ്രയ്ക്ക് പടം കാണണം, എന്നാലും മനസ്സിലാവും. അപ്പൊ ഇത്രയും കാലം ജൈൻകോന്റെ നെടുന്തൂണായ മിഥിലാജ് ജൈൻകോ പോകുന്നതിൽ ജിയാദ് ജൈൻകോന്റെ അഭിപ്രായം എന്താണ്? വളരെ മികച്ച അഭിപ്രായം. ശുഭപ്രതീക്ഷ, 100% വിജയം. മിഥിലാജിന് എന്താണ് അഭിപ്രായം? എന്ത് മിഥിലാജ് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കംഫർട്ട് സോൺ വിട്ട് പോവാന്നുള്ള ഒരു വിഷമമാണ്. വിഷമമുണ്ടോ? വിഷമുണ്ട്. പൈസ ഉണ്ടാക്കി വരൂല്ലേ? ഒരു ചലഞ്ചിങ് ഫേസ് അല്ലേ ലൈഫിന്റെ. രണ്ടുള്ളി കണ്ണീര് ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ഗ്ലിസറിൻ എന്തെങ്കിലും സെറ്റ് ആകും. എല്ലാ കണ്ണുകുലി തരണം. എന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തിരിച്ചു വെക്കി. എന്റെ അഭിപ്രായം എന്റെ വരുമാനം എന്റെ വരുമാനം എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാ. ഒരു മാസം കൃത്യമായിട്ട് പറഞ്ഞുതരാ. എന്നിട്ട് ആ പൈസ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇവിടെ തന്നെ നിൽക്കുക. അത് നമ്മൾ എന്താവും, നമുക്ക് കുടുംബവും ചങ്ങായിമാരും ഒക്കെ കിട്ടും, പ്ലസ് ഗൾഫാരെ വരുമാനവും കിട്ടും. ഇനി കിട്ടില്ലാണ്ട് എന്താക്കുക, നേരെ അടുത്ത വിസ എടുക്കുക. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞ വരുമാനമൊക്കെ നമ്മൾ എത്തിയില്ലെങ്കിലും ഭാവിയിൽ എത്തും. അങ്ങനെ നമ്മൾ സെറ്റാക്കി. ഓക്കെ, അതാണ് പ്രവാസത്തേക്ക് പോകേണ്ടത്. ഇതിലതിനോട് നമ്മൾ പറയാനുള്ളത്. ഇതിലാജ് എത്ര കൊല്ലത്തേക്കാ പോണേ? പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. 2 കൊല്ലം എന്തായാലും ഒന്ന് നിൽക്കും. ഒരു കൊല്ലം കഴിഞ്ഞ ലീവ് കിട്ടില്ലേ? ലീവ് കിട്ടും. അതല്ല, ഈ 2 കൊല്ലം ആ ഒരു കമ്പനി നിർത്തുമെന്നുള്ള അറിയില്ല കേട്ടോ. ഫാമിലിനെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അമ്മ അതിൽ 2 സെറ്റപ്പ് ആയാല് കണ്ടോ. ഗൾഫിൽ പോയി 2 വർഷം കൊണ്ട് ഒരു പോയിന്റ് ആട്ടോ ജിയാദ് പറഞ്ഞേ. നമ്മളെ ഈ വ്ളോഗിൽ അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റൊരു ഏത് പോയി കഴിച്ചിലാട്ടെ എന്നിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ. കഴിച്ചിലാവാത്ത കൊണ്ടാ പോണെന്നല്ലേ. അത് വേണ്ട. അതെ അതെ, റോസാണ് നമ്മൾ കട്ടിങ് പരിപാടിയൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളെ വാപ്പാര് വന്നിട്ട് എന്താക്കുന്ന അറിയും. വാപ്പാര് വന്ന് പറയൂ, ഓന് 25,000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ 50,000 പോയി അടിക്കുന്നതാണ് വെച്ചു കൊടുക്കണം. അത് നാട്ടിൽ നിന്നിട്ട് ആ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും ഗൾഫിൽ പോകണം. വേറൊന്നിട്ട് ഇത് എന്റെ ജീവിതം ഗൾഫിൽ പോയാൽ കഴിച്ചിലാകുമോ എന്നുള്ള പരീക്ഷണം. എന്റെ ജീവിതം ഗൾഫിൽ പോയില്ലേ കഴിച്ചിലാകുമോ എന്നുള്ള പരീക്ഷണം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ ഉണ്ടാവില്ല, ഇഞ്ഞേ ഉണ്ടാവും. വിയം കുറെ നേരം ഓട്ട ചെയ്യാൻ നമ്മളെല്ലാം ഉണ്ട് വിയം. പ്രൊമോഷൻ കൊടുക്കുന്നു. പിന്നെ പ്രൊമോഷൻ പോയില്ലാടാ, എനിക്ക് ലീഡ് ഇട്ടാണ്ടി പോകുന്നു. എന്നിട്ട് ഇനിയിപ്പോ എന്റെ കല്യാണത്തിന് ഉണ്ടാവില്ല. അത് ശരിയാണ്. അപ്പൊ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. യാത്രയിൽ ഈ മിഥിലാജിന് മിസ്സാകുന്ന 2 കല്യാണം. ഒന്ന് ജിയാദ്, പിന്നെ 100 അവർ പിന്നെ സൈക്കോണിന്റെ നെടുന്തൂണായ ജിയാദ്.
ഇടന്തൂണായ നൂറിന്റെയും 2 മാരേജ് ഫംഗ്ഷൻ മിസ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സും വരുമോ? ടിക്കറ്റ് എടുത്താൽ ജിയാദ് ടിക്കറ്റ് എടുത്താൽ ഞാൻ എന്ത് ചെയ്യും, വരും. അടുത്ത ആഴ്ച മംഗലം 2 ആഴ്ച മംഗലം. അടുത്ത ആഴ്ച വാങ്ങലോ. So fast. കഴിഞ്ഞ ആഴ്ച ഞാൻ 20 വയസ്സായി. 3 ചെക്കനൊക്കെ എത്രയാ വളർന്നു പോയ, വളർന്ന് അവന്റെ മൂഡ് നോക്കിയാ. ചെക്കന്മാര് ഗോവയിലൊക്കെ പോയപ്പോ ഇങ്ങനെ കളിയാക്കുകയും മറ്റേ 18 വയസ്സായിട്ടേ ഉള്ളൂ, 18 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ 24 വയസ്സായി. 6 കൊല്ലം കേട്ടാ പോയത്. എന്റെ ആട്ടിന് 25 വയസ്സായി. ഓന് വെള്ളം കിട്ടിയില്ല. ചെക്കൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പ്രണയിക്കാൻ തന്നിട്ടില്ല. എന്റെ ആട്ടിന് മേരാ എന്റെ അല്ല. ഈ കണ്ണൂരായാലും കോഴിക്കോട് വരുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ. റെഡിയാക്കി തരണം. ഇതിനൊരു പ്രശ്നം തന്നെയല്ലേ, മര്യാദക്ക് തിരിഞ്ഞില്ലെങ്കിൽ അടി പൊട്ടു ചില സമയത്തല്ലോ. ആ ഒരു ലെസൺ ഒന്ന് ഷെയർ ചെയ്തോളാം അതിലെ. അതെല്ലാം ഷെയർ ചെയ്ത് കണ്ട് മനസ്സിലായിക്കോളൂ. കണ്ണൂരിന്ന് കാസർഗോഡ് നിന്നെങ്ങാനും വരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ. കോഴിക്കോട് നീ എന്നെ പറഞ്ഞ അതാ ഇവനേതോ പെണ്ണിനടുക്കൽ എന്തല്ലോ പാർട്ടി. ബാക്കി നമ്മൾക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അസ്സലാമലൈക്കും. ഇൻഷാല്ലാ പിന്നെ ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് പോവാണ്. പിന്നെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. എയർപോർട്ടിൽ എത്താനായി. ഏതായാലും ഈ ദുആളിലൊക്കെ ഒരു കേന്ദ്ര വിഷയം എല്ലാ ആൾക്കാർക്കും ദുആ. അപ്പോൾ ഇദ്ദേഹം പോവുകയാണ്. എയർപോർട്ട് തന്നെ കേട്ടോ, ഫേക്കല്ല. നമ്മളെ സ്വന്തം ജിയാദിക്ക് ഇങ്ങോട്ട് നോക്കടോ. സംഭവം ശരിക്കും പറഞ്ഞാൽ സങ്കരമുണ്ട് മിഥിലാജ് പോകുന്നതിൽ. ഇപ്പോഴുള്ള മെയിൻ ചങ്ങായിയാണ് പോകുന്നത്. ഇതാണ് ഈ എയർപോർട്ടിൻ്റെ. ഈ എയർപോർട്ടിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെടും ഇങ്ങനെ പോയിക്കാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ബ്ലോഗിൽ നേരിട്ടുണ്ടാവില്ലല്ലോ. എന്താ പറയാനുള്ളത്? യോ ആ ചങ്ങായി ഇത് മിഥിലാജിൻ്റെ ചങ്ങായി കേട്ടോ, അങ്ങനെ നടന്നു വരുന്നത്.